ഹലോ എവ്രി വൺ. നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടൊന്നും കാണാത്തവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ് ആയിരുന്നു അല്ലേ. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5 എണ്ണം അല്ലേ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് നമ്മൾ ഓരോരോ പൊസിഷനിൽ വെക്കുമ്പോൾ ഓരോരോ സ്ഥലത്തായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒരു 5 പൊസിഷനിൽ വെച്ചിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു കേസിൽ മാത്രമേ കോൺവെക്സ് ലെൻസ് വെർച്വൽ ഇമേജ് തരുന്നുള്ളൂ അല്ലേ. അത് ഏത് കേസാണ്? ഒബ്ജക്റ്റ് ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ് വെച്ചതെങ്കിൽ നമുക്ക് വെർച്വൽ ഇമേജ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത് അല്ലേ. ബാക്കി എല്ലാ കേസിലും, ബാക്കി 4 കേസിലും നമുക്ക് എങ്ങനത്തെ ഇമേജ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്? റിയൽ ഇമേജ് ആണ് അല്ലേ. റിയൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് കഴിയുന്നത് അല്ലേ. സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് കഴിയുന്നതായിരുന്നു നമുക്ക് 4ഉം കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു കേസ് മാത്രമാണ് വെർച്വൽ ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ് ആണ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കോൺവെക്സ് ലെൻസ് പോലെ കോൺവെക്സ് ലെൻസിൽ നമ്മൾ 5 പൊസിഷനിൽ വെച്ചിട്ടായിരുന്നു നോക്കിയിട്ടുള്ളത്. കോൺകേവ് ലെൻസിൽ നമ്മൾ ആകെ 2 പൊസിഷനിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. We have seen how to form an image using a convex lens. Similarly, try to form an image using a concave lens. What is your findings? നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് നോക്കിയത്. ഇപ്പം നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നത്? കോൺകേവ് ലെൻസിൻ്റെ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുന്നതിനായിട്ട് മുന്നേ തന്നെ നമ്മളൊരു 3 റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 3 റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം റൂള് തന്നെ നമുക്ക് കോൺകേവ് ലെൻസിലും ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് റൂള് നോക്കാം നമുക്ക്. ഇത് ഒരു കോൺകേവ് ലെൻസ് ആണ് അല്ലേ. ഒരു കോൺകേവ് ലെൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ? ഒപ്റ്റിക് ആക്സിസ് ആണ്. പിന്നെ എന്താ? ഫോക്കസും 2Fഉം ഒപ്റ്റിക് സെൻറ്ററും ഒക്കെ മാർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എങ്ങനെയാണ് വരുന്നത്? പാരലൽ ആയിട്ടാണ് അല്ലേ വരുന്നത്. പാരലൽ ആയിട്ടാണ് വരുന്നത്. പാരലൽ ആയിട്ട് വരുന്ന റേ ഇത് കോൺകേവ് ആണ് അല്ലേ. കോൺവെക്സ് അല്ല. കോൺവെക്സ് ആണെങ്കിൽ നമുക്ക് ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇതെന്താണ്? കോൺകേവ് ആണ് അല്ലേ. കോൺകേവ് കൺവേർജ് ചെയ്യോ? ഇല്ല. കോൺകേവ് എന്താ ചെയ്യുക? ഡൈവേർജ് ആണ് അല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഒരു മിഡ് പോയിന്റിൽ തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡൈവേർജ് ചെയ്ത് പോയി അല്ലേ. എന്ത് ചെയ്തു? ഡൈവേർജ് ചെയ്ത് പോയി. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് എവിടേക്ക് വരുന്നതായിട്ടാണ് കാണാം? ഫോക്കസിലേക്കായിട്ടാണ് നമുക്ക് വന്നിട്ട് മുട്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെയാണ് തോന്നുക. ഈ സെയിം സാധനം തന്നെയായിരുന്നു നമ്മൾ കോൺവെക്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ്? പാരലൽ ആയിട്ട് വരുന്നത് അല്ലേ. പാരലൽ ആയിട്ട് വരുന്ന റേ എന്തായിരുന്നു? ഫോക്കസിലൂടെയാണ് കടന്നു പോവാന്ന് അല്ലേ. പക്ഷെ ഇവിടെ കടന്നു പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തെ എങ്ങനെയാണ്? ഫോക്കസിലൂടെ കടന്നു പോകുന്നത് അല്ലേ. ഫോക്കസിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? പിന്നെ പാരലൽ ആയിട്ടാണ് അല്ലേ പോകുന്നത്. എങ്ങനെ? പാരലൽ ആയിട്ടാണ്. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരു റേ വന്ന് ഇവിടെ മുട്ടി അല്ലേ. ഇവിടെ മുട്ടി. അപ്പം ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിലേക്കാണ് കിട്ടുക. പക്ഷെ ശരിക്കും ഇത് കൺവേർജ് ആണോ ചെയ്യുന്നത്? അല്ല, ഡൈവേർജ് ആണ് അല്ലേ. അതാണ് ഈ ഒരു റേ വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഫോക്കസിലൂടെയാണ് ഒരു റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് സംഭവിക്കുന്നത്? പാരലൽ അല്ലേ. എന്താണ്? പാരലൽ ആയിട്ടാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി ഇതെല്ലാം സെയിം തന്നെയാണ് അല്ലേ. ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ് ഇൻസിഡൻറ്റ് ചെയ്തതെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ തന്നെ കടന്ന് പോകുന്നുണ്ട്. ഈ സെയിം റൂള് തന്നെയാണ് നമ്മൾ
കോൺവെക്സിലും പഠിച്ചിട്ടുള്ളത് അല്ലേ. പാരലൽ ആയിട്ട് വരുന്നതാണെങ്കിൽ ഫോക്കസിലേക്ക് പോവും, ഫോക്കസിലൂടെ ഉള്ളതാണെങ്കിൽ പാരലൽ ആയിട്ട് പോവും, ഒപ്റ്റിക് സെന്ററിലൂടെ ആണെങ്കിൽ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ പോവും. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ, കോൺവെക്സ് ആണെങ്കിൽ കൺവേർജ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, പക്ഷേ കോൺകേവ് ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡൈവേർജ് ആണ് അല്ലേ ചെയ്യുന്നത്. ആ ഡൈവേർജ് ചെയ്ത റേ നമ്മൾ എക്സ്റ്റെൻഡ് ആക്കി വരക്കുമ്പോഴാണ് ഫോക്കസിൽ കൺവേർജ് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയത്. Rays of light parallel to the optic axis incident on a concave lens after refraction അല്ലെ. പാരലൽ ആയിട്ട് വന്നത് റേ എന്താണ്, ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ചു. എന്നതിന് ശേഷം ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ്, ഫോക്കസിലേക്കാണ് അല്ലേ വരുന്നത്. ലൈറ്റ് റേ പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി അതർ സൈഡ് അല്ലേ. പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത റേ എങ്ങനെയാണ് പോകുന്നത്, പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ് ആയിട്ടാണ് പോകുന്നത്. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ, പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ അത് ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ പുറത്തേക്കും വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ 3 റൂള് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കടക്കാം. ഒബ്ജക്റ്റിനെ ഫസ്റ്റ് എവിടെയാണ് വെക്കുന്നത്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ഒബ്ജക്റ്റിനെ എവിടെയാണ് വെക്കുന്നത്, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ടാണ് വെക്കുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഞാൻ വരച്ചുതരാം. നമ്മളുടെ കോൺകേവ് ലെൻസാണിത്. കോൺകേവ് ലെൻസിന്റെ നടുവിലൂടെ ഒരു ആക്സിസ് ഉണ്ട്, അതിനെയാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. ഈ സെന്റർ പോയിന്റിനെ, മിഡ് പോയിന്റിനെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. പിന്നെ എഫും ഉണ്ട് 2Fും ഉണ്ട് അല്ലെ, എഫും 2Fും അപ്പുറവും ഇപ്പുറവും ഉണ്ട്, അതും മാർക്ക് ചെയ്ത്. ഇനി എന്താണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ഒബ്ജക്റ്റ് എവിടെയാണ്, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് അല്ലേ ഉള്ളത്. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത്. ഇനി എന്ത് ചെയ്യണം, പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ പോകണം അല്ലേ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇത് വരക്കുന്നുണ്ടെങ്കിൽ സ്കെയില് പെൻസിൽ വെച്ച് വരക്കണം. കാരണം സ്കെയിൽ ഇല്ലെങ്കിൽ ഞാൻ ഈ വരക്കുന്നത് പോലെ വളഞ്ഞ് പൊളഞ്ഞിട്ടായിരിക്കും പോവുക, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, സ്കെയിലും പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ വരക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു റേന്ന് പാരലൽ ആയിട്ട് ലൈറ്റ് റേ പോയി. ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സർഫസ് ആണ്, ഇത് മറ്റൊരു സർഫസ് ആണ്. അപ്പോൾ ഈ സർഫസിൻ്റെ ഇവിടെ തട്ടിയിട്ട് എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ. എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഈ ലൈറ്റ് റേ എന്താവും, ഡൈവേർജ് ചെയ്യും അല്ലേ, കൺവേർജ് അല്ല ചെയ്യുക. കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനെ പോയി തട്ടി ഇവിടത്തേക്ക് കൺവേർജ് ചെയ്യുമായിരുന്നു അല്ലേ. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നത്, ഡൈവേർജ് ആണ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ഈ ഡൈവേർജ് ചെയ്ത റേനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. അപ്പോൾ ഒരു പോയിന്റിലേക്ക് വന്ന് മുട്ടും അല്ലെ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് വന്ന് മുട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒപ്റ്റിക് സെന്ററിലൂടെയും ഒരു ലൈറ്റ് റേനെ കടത്തിവിടാം. സ്കെയിലും പെൻസിലും വെച്ച് വരക്കണേ കേട്ടോ. കടന്നു പോയി അല്ലേ, ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പോകുന്നതിന് വന്ന് ഇടിക്കുന്നതെങ്കിൽ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ കടന്നു പോകും. ഇനി നോക്ക്, ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച പോയിന്റും ഈ റേയും കൂട്ടിമുട്ടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമുക്ക് ആരുണ്ടായിട്ടുള്ളത്, ഇമേജ് ഉണ്ടായിട്ടുള്ളത്. എന്തുണ്ടായിട്ടുള്ളത്, ഇമേജ് ഉണ്ടായിട്ടുള്ളത്. ഇതെന്താണ്, ഒബ്ജക്റ്റ് ആണ് അല്ലേ, ഇത് ഒബ്ജക്റ്റ് ആണ്, ഇതെന്താണ്, ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് സെയിം സൈഡിൽ തന്നെയാണ് ആരെ കിട്ടിയിട്ടുള്ളത്, ഇമേജിനെ കിട്ടിയിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് സ്ക്രീനിൽ കിട്ടില്ല. കാരണം എന്താ, സ്ക്രീനിൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താ, കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് സ്ക്രീനിൽ കിട്ടുള്ളൂ അല്ലേ. ഇവിടെ കൺവേർജ് ചെയ്യുന്നുണ്ടോ, ഇല്ല, കൺവേർജ് ചെയ്യുന്നില്ല, ഡൈവേർജ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ കിട്ടില്ല. പക്ഷെങ്കിൽ വെർച്വൽ ഇമേജിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും അല്ലേ, കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ അല്ലേ. എവിടെയാണ് ഫോം ചെയ്യുന്നത്, എഫ് ആൻഡ് ലെൻസ് അല്ലേ. ലെൻസിൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. നോക്കിവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇനി ഈ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ്, ഇറക്റ്റ് ആയിട്ടാണുള്ളത് അല്ലേ, ഇറക്റ്റ് ആയിട്ടാണുള്ളത്. ഇൻവേർട്ടഡ് ആണോ, അല്ല. തല കീഴായിട്ടാണോ ഉള്ളത്, അല്ല.
തല കീഴായിട്ട് കിട്ടിയത് നമുക്ക് ഏതിലൊക്കെ ആയിരുന്നു? നമ്മളുടെ കോൺവെക്സ് ലെൻസിൽ നമുക്ക് ഏതൊക്കെയോ കേസസിൽ ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താ? ഇറക്റ്റ് ആണ്. പിന്നെ എന്താണ്? വെർച്വൽ ആണ് അല്ലെ? വെർച്വൽ ഇമേജ് ആണ്. കാരണം എന്താ? സെയിം സൈഡിൽ തന്നെ അല്ലെ? ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ച് ആ സെയിം സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? വെർച്വൽ ഇമേജ് ആണ് അല്ലെ? പിന്നെന്താണ്? ഈ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് നോക്കുക. സൈസിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഒബ്ജക്റ്റ് ആണ് വലുത്, ഇമേജ് എന്താണ്? സ്മോൾ ആണ്. അപ്പൊ എന്താണ്? ഡിമിനിഷ്ഡ് ഇമേജ് ആണ് അല്ലെ? എന്താണ്? ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F വെക്കുമ്പോൾ നമുക്ക് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ടാണ് കിട്ടുന്നത് അല്ലേ? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ്, ഇറക്റ്റ് ആയിട്ടാണ്, വെർച്വൽ ആണ്, പിന്നെന്താണ്? ഡിമിനിഷ്ഡും ആണ്. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഒബ്ജക്റ്റിന് എവിടെയാണ് വെച്ചിട്ടുള്ളത്? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വരച്ചു നോക്കാം. ആദ്യം ഒരു കോൺകേവ് ലെൻസ് വരച്ചു അല്ലെ? കോൺകേവ് ലെൻസ് വരച്ചു. പിന്നെ എന്ത് വരച്ചു? ഒപ്റ്റിക് ആക്സിസ് വരച്ചു അല്ലെ? ഒപ്റ്റിക് ആക്സിസിന് മാർക്ക് ചെയ്യണം. ഒപ്റ്റിക് സെൻറ്റർ ഉണ്ട്, ഫോക്കസുകളുണ്ട് അല്ലെ? ഒപ്റ്റിക് സെൻറ്ററും ഫോക്കസുകളും ഉണ്ട്, അതും മാർക്ക് ചെയ്തു. ഇനി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ് ആരെ വെച്ചിട്ടുള്ളത്? ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് ആരെ വെച്ചിട്ടുണ്ട്? ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ലൈറ്റ് റേ പോവല്ലോ അല്ലെ? ലൈറ്റ് റേ പോയി ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലെ? ഡൈവേർജ് ചെയ്ത് പോകും. ഇത് നമ്മളിനി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എവിടത്തേക്കാ മുട്ടുക? ഏതോ ഒരു പോയിന്റിലേക്ക് മുട്ടും അല്ലെ? ഏതോ ഒരു പോയിന്റിലേക്ക് മുട്ടും. ഇനി എന്താ? ഇത് ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകും അല്ലെ? ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകും. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുമ്പോൾ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ പുറത്തും വരും. അപ്പൊ എന്താ? ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ച് മുട്ടിയതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ച് മുട്ടിയതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഒപ്റ്റിക് സെന്ററിന്റെയും ഓയിന്റെയും ഇടയിലാണ് ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ എവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഇടയിൽ തന്നെയായിട്ടാണ് ഇമേജും ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ? ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിലേക്ക് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ചെറുതാണ് അല്ലെ? സ്മോൾ ആണ് അല്ലെ? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? ഡിമിനിഷ്ഡ് ആണ്. പിന്നെന്താണ്? വെർച്വൽ ആണ് അല്ലെ? വെർച്വൽ ആണ്. പിന്നെന്താ? വെർച്വൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്, സെയിം സൈഡിലുമാണ് ഉള്ളത് അല്ലെ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഈ രണ്ട് കേസസ് മാത്രമേ നോക്കാനായിട്ടുള്ളൂ. ഇനി എന്താ? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുക അല്ലെ? പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെച്ചപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ് ഫോം ചെയ്തത്? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ടാണ് ഫോം ചെയ്തത് അല്ലെ? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ടാണ് ഫോം ചെയ്തത്. റിയൽ ആണോ വെർച്വൽ ആണോ? വെർച്വൽ ആണ് അല്ലെ? എന്താണ്? വെർച്വൽ ഇമേജ് ആണ്. ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? ഇറക്റ്റ് ആണ് അല്ലെ? നേരെ തന്നെ നിന്നിട്ടുള്ളതാണ്. മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? എന്താണ്? ഡിമിനിഷ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ തന്നെയാണ്. ബിറ്റ്വീൻ ലെൻസ് ആൻഡ് എഫ് തന്നെയാണ് നമുക്ക് കിട്ടുക. റിയൽ ആണോ വെർച്വൽ ആണോ? വെർച്വൽ ആണ് അല്ലെ? വെർച്വൽ ആണ്. ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് ആണ്. ഇമേജിന്റെ പ്രത്യേകത എന്താ? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? ഡിമിനിഷ്ഡ്, ചെറുത് ആണ് അല്ലെ? ഓക്കെ, On analyzing table 2.5, it is understood that the image formed by a concave lens is virtual. What could be the reason for this? Image formed by a concave lens എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? എല്ലാം ഈ രണ്ട് കേസിലും നമുക്ക് വെർച്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. റിയൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. റിയൽ എവിടെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്? കോൺവെക്സിലായിരുന്നു അല്ലെ? ഒറ്റൊരു കേസിൽ മാത്രമേ കോൺവെക്സ് ലെൻസ് വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. കോൺകേവ് രണ്ട് കേസിലും എന്താണ്? വെർച്വൽ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ് അല്ലെ? വെർച്വൽ ഫോക്കസ് ആണ്. പിന്നെ എന്താ? കോൺകേവ് ലെൻസ് കൺവേർജ് അല്ല ചെയ്യിപ്പിക്കുന്നത്. എന്താ ചെയ്യിപ്പിക്കുന്നത്? ഡൈവേർജ് ആണ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ? ഓക്കെ,
As concave lens diverges light ray, the image it forms is always virtual. അല്ലെ, കോൺകേവ് ലെൻസ് എന്താണ്, എപ്പോഴും ലൈറ്റ് റേനെ എന്താ ചെയ്യിപ്പിക്കുന്നത്, ഡൈവേർജ് ആണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, വെർച്വൽ ആണ്. The position of the image is always between f and the lens on the സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അല്ലേ, നമ്മൾ എഫിൻ്റെയും 2Fൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ എവിടെ തന്നെയാണ് കിട്ടിയത്, സെയിം സൈഡിൽ തന്നെ. അല്ലേ, എഫിൻ്റെയും ലെൻസിൻ്റെയും സെയിം സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജും കിട്ടിയിട്ടുള്ളത്. അല്ലേ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൺകേവ് ലെൻസിനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, അതായത് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താം. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.